ശബരിമല ക്ഷേത്ര ഭരണത്തിൽ ഗുരുതര വീഴ്ചകളെന്ന് ഹൈക്കോടതി. സ്വർണ്ണപ്പാളിയിലെ തൂക്ക വ്യത്യാസം ഭരണപരമായ വീഴ്ചയാണ്. 2019 സ്വർണ്ണപ്പാളി തിരികെത്തിച്ചപ്പോൾ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാമെന്നും സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിൽ ദുരൂഹതയുണ്ട് എന്നും കോടതി ചോദിക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, നിലവിൽ ഇതിനോടകം 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷമുള്ള തൂക്ക വ്യത്യാസം അത് കോടതി നേരത്തെ പരാമർശിച്ചാണ്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കോടതിയുടെ ചോദ്യങ്ങൾ, നിരീക്ഷണങ്ങൾ? പ്രജിൻ, 2019 ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരുന്ന ആ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ ആ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് മനഃപൂർവ്വമാകാമെന്ന സംശയം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നാണ് കോടതി പറയുന്നത്. പ്രത്യേകിച്ച് 42 കിലോ ഉണ്ടായിരുന്ന, സന്നിധാനത്ത് കൊണ്ടുപോകുമ്പോൾ 42 കിലോ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുമ്പോൾ 38 കിലോ ആകുന്നു. അത് 4 കിലോയുടെ വ്യത്യാസം വരുന്നു. തിരികെ എത്തുമ്പോൾ തൂക്കി നോക്കുന്നില്ല. അതിൽ ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിക്കുന്നു. ഒപ്പം 2019 സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിൽ ദുരൂഹത ആരോപിക്കുന്നു. അതിൽ സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ പോയില്ല എന്ന നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. ഭരണപരമായ വീഴ്ച ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയ തൂക്കം കുറഞ്ഞ പാളി അത് മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതാണെന്ന സംശയം പങ്കുവെക്കുന്നുണ്ട്. ഈ 2019 ഈ സ്വർണ്ണപ്പാളികളും പീഠവും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അത് സ്മാർട്ട് ക്രിയേഷൻസ് എത്തിയത് 29-ാം തീയതിയാണ്. 9 ദിവസത്തെ ഡിലേ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്കാണ് ഈ ശബരിമലയിൽ നിന്ന് ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തത്. പക്ഷേ 20-ാം തീയതി കൊടുത്ത വസ്തു അത് 9 ദിവസത്തിന് ശേഷം എത്തുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരണം എന്നാണ് നിലവിൽ പറയുന്നത്. അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നു. ഇത് ഈ മഹസർ രേഖപ്പെടുത്താത്തതിലാണ് കോടതി കടുത്ത അതൃപ്തി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് മഹസർ രേഖപ്പെടുത്തിയിട്ടില്ല? അത് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ആശങ്കയിലാണോ എന്ന ചോദ്യം കോടതി ഈ ഉത്തരവിലൂടെ ചോദിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി 2019 കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറോട് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചക്കുള്ളിൽ ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും ചെയ്യും. പ്രജിത്ത്, ശരി. ഭരണപരമായ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന ഗുരുതരമായ പരാമർശവും ഒപ്പം നിരീക്ഷണവുമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.